സുപ്രഭാതം കരിയർ ക്ലിനിക്ക് ഉദ്ഘാടനം ചെയ്ത് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി എൻ ഷംസുദ്ദീൻ നമ്മുടെ കൂടെ ചേരുകയാണ്. ആദ്യമായി സുപ്രഭാതത്തിൻ്റെ ആദ്യത്തെ പുതിയ വിദ്യാഭ്യാസ മന്ത്രിക്ക് സുപ്രഭാതത്തിൻ്റെ എല്ലാവിധ ആശംസകളും നേരുകയാണ്. അല്ലേ മാഷേ? താങ്ക് യു. എന്തൊക്കെ മാറ്റങ്ങളാണ്? ഇപ്പോൾ ഒരുപാട് വലിയ പ്രതീക്ഷയുണ്ട്. ഇപ്പോൾ സാറിൻ്റെ പ്രസംഗം കേട്ടപ്പം പുതിയൊരു മാറ്റം വിദ്യാഭ്യാസ മേഖലയിൽ അടിമുടി ഉണ്ടാകണം എന്നൊക്കെ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട്. എന്ത് തരത്തിലുള്ള പദ്ധതികളൊക്കെയാണ് ആസൂത്രണം ചെയ്യുന്നത്? എന്താണ് ഇപ്പോൾ പുതിയൊരു ടെക്നോളജിയുടെ കാലമൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്, എന്ത് അപ്ഡേഷനാണ് വിദ്യാഭ്യാസ മേഖലയിൽ പുതുതായിട്ട് വരാൻ പോകുന്നത്? നമ്മളിപ്പോൾ ചുമതല ഏൽക്കുന്നത് ഏതാനും ദിവസം മുമ്പാണ്. അപ്പോൾ ചുമതല ഏറ്റ ഉടനെ തന്നെ സ്കൂൾ തുറക്കണം, പാഠപുസ്തകങ്ങൾ എത്തിക്കണം, പ്രവേശനോത്സവവുമായി ബന്ധപ്പെട്ട സംഗതികൾ എല്ലാം പരിശോധിക്കണം. അതിൻ്റെ ഒരു തിരക്കിലാണ്. അപ്പോൾ ഈ 1-ാം തീയതി സംസ്ഥാനത്തെ എല്ലാ സ്കൂളുകളും തുറക്കാൻ പോവുകയാണ്. പാഠ്യപദ്ധതി പരിഷ്കരണമൊക്കെ കഴിഞ്ഞ അടുത്ത വർഷങ്ങളിൽ കഴിഞ്ഞു പോയതാണ്. എന്നിരുന്നാലും കുറേ പുതിയ വിഷയങ്ങൾ ഉൾക്കൊള്ളിക്കേണ്ടതുണ്ട്. ഇപ്പോൾ AI ബന്ധപ്പെട്ട പഠനം വരേണ്ടതുണ്ട്. അതിനൊക്കെയായി ഒരു പാഠ്യപദ്ധതി പരിഷ്കരണമൊക്കെ വൈകാതെ നമുക്ക് ആരംഭിക്കണം. അക്കാദമിക സമൂഹത്തിൽ അതിൻ്റെ ചർച്ച നടക്കണം. നമ്മളിപ്പോൾ ഏറ്റവും പ്രാധാന്യം കൊടുക്കുന്നത് ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം ഉറപ്പുവരുത്തുക എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ ഗുണമേന്മയുമായി ബന്ധപ്പെട്ട് ചില ആക്ഷേപങ്ങൾ വന്നപ്പോൾ കഴിഞ്ഞ ഗവൺമെൻറ് തന്നെ ചില മാർക്ക് നിയന്ത്രണമൊക്കെ എല്ലാ ക്ലാസ്സിലും വെച്ചിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്നുകൂടി ശക്തിപ്പെടുത്തി കുട്ടികളെ നല്ല നിലവാരമുള്ളവരായി പ്രാഥമിക ഘട്ടത്തിൽ തന്നെ നമ്മൾ വളർത്തിക്കൊണ്ടുവരണം. കാലോചിതമായ പരിഷ്കാരങ്ങളിലൂടെ പുതിയ അധ്യയനം നടക്കണം. ഇതൊക്കെയാണ് ഞങ്ങളുടെ മുമ്പിലുള്ള കാര്യങ്ങൾ. അതിനു വേണ്ടിയുള്ള ചില തയ്യാറെടുപ്പുകളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ കൃത്യമായ പുതിയ പരിഷ്കാരങ്ങൾ അതിന് കുറച്ച് സമയമെടുക്കും. ഒരു അക്കാദമിക സമൂഹത്തിൽ ആവശ്യമായ ചർച്ചകളൊക്കെ നടത്തിയതിന് ശേഷമാണ് അത് ചെയ്യുക. ഈ അധ്യയന വർഷത്തിൻ്റെ വക്കത്ത് അതിൻ്റെ തൊട്ട് മുമ്പാണ് ഞങ്ങൾ അധികാരത്തിൽ വന്നത്, ഞങ്ങൾ ചുമതലയേറ്റ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു ഘട്ടത്തിലേക്ക് കടക്കാനുള്ള സമയവും സാവകാശവും കിട്ടിയിട്ടില്ല. അങ്ങനെ ഏതെങ്കിലും സ്പെസിഫൈ ചെയ്ത് ഇന്ന വിഷയത്തിൽ ഒന്ന് ഊന്നണം എന്ന് തോന്നുന്ന അങ്ങനെ ഏതെങ്കിലുമൊക്കെ ഒരു പദ്ധതികൾ ഉണ്ടാവുമല്ലോ? ഒന്ന് നിലവാരം കൂട്ടുക എന്നുള്ളത് തന്നെയാണ്. വലിയ ആക്ഷേപം ആ കാര്യത്തിലുണ്ട്. പിന്നെ സർക്കാർ വിദ്യാലയങ്ങളുടെ ശാക്തീകരണം, അതുപോലെ തന്നെ +2 കോഴ്സ്, അതായത് +1 സീറ്റുകൾ കുറവാണ്. അതിൻ്റെ പേരിലുള്ള ചില പ്രശ്നങ്ങൾ നമ്മുടെ പിന്നോക്ക ജില്ലകളിലുണ്ട്. അത് പരിഹരിക്കുക എന്നുള്ളതിനൊക്കെ തന്നെയാണ് പ്രാധാന്യം ഇപ്പോൾ കൊടുക്കുന്നത്. സ്വാഭാവികമായിട്ടും കുറേ കാലങ്ങളായി മലപ്പുറത്തിൻ്റെയൊക്കെ ഒരാവശ്യം, പ്രത്യേകിച്ച് മലബാറിൻ്റെ +1 സീറ്റുകളുടെ വർധനവ്, അതിന് ഈ UDF ഗവൺമെൻറ്റിൻ്റെ കാലത്ത് പരിഹാരം ഉണ്ടാകും? തീർച്ചയായും ഞങ്ങൾ കാണുന്ന ഒരു പരിഹാരം, ഒരു വിദ്യാഭ്യാസ ജില്ലയിൽ എത്ര കുട്ടികൾ SSLC പാസ്സാകുന്നുണ്ടോ അവർക്ക് ആവശ്യമായ സീറ്റുകൾ ആ വിദ്യാഭ്യാസ ജില്ലയിൽ ഉണ്ടാവണം. അതാണ് നമ്മുടെ എയിം, നമ്മുടെ ഗോൾ, ലക്ഷ്യം. ഈ കാര്യത്തിൽ അതിലേക്ക് എത്താനുള്ളൊരു പരിശ്രമങ്ങളാണ് ഇനി ഉണ്ടാവുക. ഇന്നലെ ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗത്തിൽ ആർത്തവ ഉള്ള കുട്ടികൾക്ക് 3 ദിവസത്തെ അത് എങ്ങനെയൊക്കെ ആയിരിക്കും ഇംപ്ലിമെൻ്റ് ചെയ്യാൻ പോകുന്നത്? അല്ല, അതിപ്പോൾ ഈ പൊതുവെ അത്തരം സമയത്ത് വലിയ ശാരീരിക മാനസിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട് സ്ത്രീകളും കുട്ടികളുമൊക്കെ. അപ്പോൾ അതൊന്ന് അഡ്രസ്സ് ചെയ്താണ് സത്യത്തിൽ ഗവൺമെൻറ്. മുതിർന്ന സ്ത്രീകൾക്കും ജോലിക്കാർക്കും ഒക്കെ ആ ഒരു സൗകര്യമുണ്ട്. അപ്പോൾ ആ കൂട്ടത്തിലാണത് പറഞ്ഞത്. കുട്ടികൾ ആ വിഷയം നമ്മളാരും ശ്രദ്ധിക്കാറില്ലായിരുന്നു പലപ്പോഴും. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് ആ സമയത്ത് ലീവ് എടുക്കാനുള്ളൊരു സ്വാതന്ത്ര്യമുണ്ടാവും. അതിൻ്റെ പേരിലൊരു ബുദ്ധിമുട്ട് ക്ലാസ്സിൽ ഉണ്ടാവില്ല. അത് അവരുടെ ഒരു റൈറ്റായി മാറുകയാണ്. അതാണ് അതുവഴി സംഭവിച്ചത്. സുപ്രഭാതത്തിൻ്റെ ഈ ഒരു കരിയർ ക്ലിനിക്ക് ഇവിടെ അഭിസംബോധന ചെയ്തപ്പോൾ എന്ത് തോന്നുന്നു ഈ പദ്ധതിയോട്? ഞാനതിൻ്റെ പ്രസംഗത്തിൽ തന്നെ പറഞ്ഞു, സുപ്രഭാതം വളരെ ശ്രദ്ധേയമായ പ്രവർത്തനത്തിലൂടെ മുന്നോട്ട് പോവുകയാണ്. അതിനിടയിൽ ചെയ്യുന്നൊരു വലിയ സാമൂഹ്യ സേവനമാണ് ഈ ഘട്ടത്തിലിത്. ഒരു അധ്യയന വർഷത്തിൻ്റെ ആരംഭത്തിൽ SSLCയും +2 ഒക്കെ പാസ്സായ കുട്ടികൾക്ക് ആവശ്യമായ ഗൈഡ് ലൈൻ, ഒരു കരിയർ ഗൈഡൻസ്, ഏത് കോഴ്സുകൾ എടുക്കാം, ഏത് ജോലിയിൽ നിങ്ങൾക്ക് എത്താം എന്നതിനെ സംബന്ധിച്ചൊക്കെ നൽകുക എന്നുള്ളത് വലിയൊരു സാമൂഹ്യ സേവനമാണ്. പക്ഷേ നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി ഷംസുദ്ദീൻ സാഹിബ് വന്നതോടുകൂടി വലിയൊരു പ്രതീക്ഷയുണ്ട്. എങ്ങനെയുണ്ട് അദ്ദേഹത്തിൻ്റെ ഒരു മന്ത്രിസ്ഥാനത്തെ കാണുന്നത്? തീർച്ചയായിട്ടും. കാരണം ഷംസുദ്ദീൻ സാഹിബ് ഒരു MLA എന്ന നിലയ്ക്ക് ഏറ്റവും കൂടുതൽ നന്നായി തിളങ്ങിയ ആളാണ്. മണ്ണാർക്കാടിൻ്റെ ആ മനം കവർന്ന ഒരു MLA ആണ്. അതുകൊണ്ട് 2ാം തവണയും വമ്പൻ ഭൂരിപക്ഷത്തോട് വിജയിക്കപ്പെട്ടത്. തീർച്ചയായിട്ടും മേഖലയിൽ, കാരണം വിദ്യാസമ്പന്നനാണ് ആള്, പിന്നെ മിടുമിടുക്കനാണ് എല്ലാ അർത്ഥത്തിലും. നമ്മൾ നേരത്തെ എനിക്ക് വ്യക്തിപരമായി ബന്ധമുള്ള ആളാണ്. CP സൈതലവി, ചന്ദ്രികയിലെ സൈതലവിയുടെ ഒരു അന്തേവാസികളായ ഓഫീസിലെ സ്ഥിരം ആളുകളായിരുന്നു ഞങ്ങളൊക്കെ. അപ്പോൾ ആ ഒരു ബന്ധം നേരത്തെ ഉണ്ട്. സംഘടനാ ബന്ധം ജോംസുമായിട്ടുള്ള കൃത്യമായി അറിയാം. കാരണം മിടുക്കനാണ് കാര്യത്തിൽ.
വേറെ പ്രതീക്ഷയുണ്ട്. പ്രത്യേകിച്ച് ഇപ്പോൾ പറഞ്ഞതിൽ ഏറ്റവും പ്രധാനം നമ്മുടെ +2 സീറ്റിൻ്റെ കാര്യം തന്നെയാണ് ഏറ്റവും അടിയന്തരമായി പരിഹരിക്കേണ്ടത്. ഇപ്പോൾ തെക്കൻ ജില്ലകളിലൊക്കെ നമ്മൾ വിഭാഗീയത പറയല്ല, തെക്കൻ ജില്ലകളിലൊക്കെ സീറ്റുകൾ അധികമാണ്. ചില ജില്ലകളിൽ അധികമാണ്, ധാരാളം സീറ്റുകൾ അധികം. അപ്പോൾ ഇവിടെ കുറവും, ഇത് വലിയൊരു അന്തരമാണല്ലോ. അത് വിതരണത്തിൽ അന്നേ പാകപ്പിഴ മുമ്പേ വന്നു പോയിട്ടുണ്ട്. അത് തിരുത്താൻ ശംസുദ്ദീൻ സാഹിബിന് കഴിയുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നത്. വലിയ സന്തോഷത്തിലാണ് നമ്മൾ. ഒറ്റ കാര്യം കൂടി, നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് കൂടി ചേരുമ്പോൾ ഇത് അതല്ലേ ഈ കാലത്ത് പ്രത്യേകിച്ച് അതല്ലായിരുന്നോ കുറേ കൂടി ആവശ്യം ഉണ്ടായിരുന്നു? കഴിഞ്ഞ കുറച്ച് വർഷമായിട്ട് വിദ്യാഭ്യാസം ആദ്യം രണ്ട് ഡിപ്പാർട്ട്മെൻറ്റുകളാണ്, ജനറൽ എഡ്യൂക്കേഷനും ഹയർ എഡ്യൂക്കേഷനും. അപ്പോൾ അത് കഴിഞ്ഞ കുറച്ച് വർഷമായിട്ട് രണ്ടായിട്ടാണ് നടക്കുന്നത്. അതുകൊണ്ട് ഈ ഗവൺമെൻറ്റിലും അത് ആ രീതിയിൽ അങ്ങനെ തുടർന്ന് പോരുന്നു. അതിന് പ്രശ്നമൊന്നും ഉണ്ടാവില്ല എന്ന് വിചാരിക്കാം. താങ്ക് യു.